തെക്കൻ ഗാസയിൽ ഹമാസുമായുള്ള പോരാട്ടത്തിൽ ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടു. റിസർവ് സൈനികനായ എബ്രഹാം അസ്ലെയാണ് ഏറ്റുമുട്ടലിൽ മരിച്ചതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. സദേൺ കമാൻഡിന്റെ കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ ഹെവി എഞ്ചിനീയറിംഗ് ഓപ്പറേറ്ററായിരുന്നു അസുലെ. സൈനികനെ ജീവനോടെ പിടിച്ചുകൊണ്ടുപോകാനുള്ള ഹമാസിന്റെ ശ്രമത്തിനിടയിലുണ്ടായ വെടിവെപ്പിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് IDF വ്യക്തമാക്കി. അസുലയുടെ മൃതദേഹം കൈവശപ്പെടുത്തി രക്ഷപ്പെടാൻ ഹമാസ് ശ്രമിച്ചെങ്കിലും മറ്റ് ഇസ്രായേലി സൈനികർ തിരിച്ചടിച്ച് ആശ്രമം പരാജയപ്പെടുത്തിയെന്നും IDF വാർത്താക്കുറിപ്പിൽ കുറിച്ചു. വെടിനിർത്തൽ ചർച്ചകൾ പ്രതിസന്ധിയിലാണ്. ഗാസയിൽ 1-2 ആഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറും ഉണ്ടാക്കിയേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ ശാശ്വതമായ ഒരു യുദ്ധവിരാമത്തെക്കുറിച്ച് അമേരിക്ക ഉറപ്പു നൽകണമെന്ന ഹമാസിന്റെ ആവശ്യം ചർച്ചകൾക്ക് തടസ്സമാവുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത്തരമൊരു ഉറപ്പ് നൽകാത്തതാണ് വെടിനിർത്തൽ കരാർ നീണ്ടുപോകാൻ പ്രധാന കാരണം. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിച്ചാൽ മാത്രമേ സമ്പൂർണ്ണ യുദ്ധവിരാമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന പ്രധാന ഉപാധി. ഹമാസ് ആയുധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചുവെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ നിബന്ധനകൾ ഹമാസ് അംഗീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പേര് വെളിപ്പെടുത്താത്ത ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഹൂത്തി ആക്രമണവും നെതന്യാഹുവിന്റെ US സന്ദർശനവും അതിനിടെ ഇസ്രായേലിന് നേരെ യമനിലെ ഹൂത്തി വിമതരുടെ മിസൈൽ ആക്രമണം നടന്നു. ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും സൈറൻ മുഴങ്ങിയെങ്കിലും യമനിൽ നിന്ന് തൊടുത്ത മിസൈൽ വ്യോമ പ്രതിരോധ സേന തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു.